ഹലോ, വെൽക്കം ടു എ ബി നാച്ചുറൽ ഹണി ബീ കീപ്പിംഗ് സെന്റർ കൊട്ടാരക്കര. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ചെറുതേനീച്ച വളർത്തൽ എന്നുള്ള വിഷയമാണ്. നമ്മുടെ സാധാരണ ഞൊടിയൽ തേനീച്ച അഥവാ ഇന്ത്യൻ തേനീച്ചയെ അപേക്ഷിച്ച് അധികം പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ഒരു കൃഷി രീതിയാണ് ചെറുതേനീച്ച കൃഷി എന്ന് പറയുന്നത്. അതിനെ പെട്ടെന്ന് നമുക്ക് കൈകാര്യം ചെയ്യാനും വളർത്താനും ഒക്കെ നമുക്ക് സാധിക്കും, നല്ല തേനും പൂമ്പൊടിയും കിട്ടുന്ന പ്രദേശമാണെങ്കിൽ. ഇതിൽ പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് റാണിയെ ഐഡന്റിഫൈ ചെയ്യണം. അതിനോടൊപ്പം തന്നെ റാണി സെല്ലുകൾ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയണം. ഇതാണ്ട് ഈ കാണുന്നതാണ് റാണി, അതിൻ്റെ ചേർന്നിരിക്കുന്നതാണ് റാണി സെല്ല്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തേനീച്ച വളർത്തൽ വിജയകരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു തേനീച്ചയുടെ ഉൾഭാഗം എന്ന് പറയുന്നത് പൂമ്പൊടി, തേന്, മുട്ട. അതിൽ പഴയ മുട്ട കാണും, പുതിയ മുട്ട കാണും. അതിനോടൊപ്പം തന്നെ റാണി സെല്ലുകൾ കാണാനുള്ള ചാൻസ് ഉണ്ട്. ഗൈനി എന്ന് പറയുന്ന ഇണചേരാത്ത ഒരു റാണിയെ അതിനകത്ത് കാണാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു കൂട് വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ചെറുതേനീച്ച കൂട് തുറക്കുമ്പം തന്നെ റാണിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പണി എളുപ്പമായി. തേനീച്ചക്കൂടുകൾ ഇതുപോലെയുള്ള രണ്ട് പാളികളായിട്ടുള്ള പെട്ടികളിലാണ് വളർത്തുന്നതെങ്കിൽ നമുക്ക് ഈ കൂട്ടിൽ വിഭജനം നടത്തുവാനും എളുപ്പമാണ്. ഇതുപോലെ റാണിയെ കണ്ടുപിടിച്ച് വേറൊരു കൂട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേ കൂട് വളരെ സാധ്യതയോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. നമ്മൾ എടുത്തു മാറ്റിവെച്ച റാണി പുറത്തേക്കൊക്കെ ഓടി നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ റാണിയെ കൂട്ടിൽ നിന്ന് വേറൊരു കൂട്ടിലേക്ക് മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതിനോടൊപ്പം തന്നെ പുതിയ മുട്ട, പഴയ മുട്ട, കുറച്ച് പൊട്ടിയൊലിക്കാത്ത തേന്, പൂമ്പൊടി, റാണിയില്ലാത്ത കൂട്ടിൽ ഒരു റാണി സെല്ല്, ഇവ കൊടുത്തു കഴിഞ്ഞാൽ ഈ കൂട് വിരിക്കുന്ന ജോലി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന തേനീച്ചകളാണ് നമ്മുടെ ചെറുതേനീച്ച എന്ന് പറയുന്നത്. ചെറുതേനീച്ച എന്ന് പറയുന്നത് കുത്താനുള്ള കൊമ്പ് അവയ്ക്കില്ലാത്തത് കൊണ്ട് സ്റ്റിങ്ലെസ് ബീസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഈ ചെറുതേനീച്ച കുത്താനുള്ള കൊമ്പ് അവർക്ക് ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി അങ്ങനെയൊക്കെയുള്ള മർമ്മസ്ഥാനങ്ങളിലൊക്കെ അത് വന്നിരുന്നിട്ട് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കാം. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മുഖാവരണി മുഖത്തിട്ട് കഴിഞ്ഞാൽ അവരുടെ ഈ ചെറിയ ചെറിയ ആക്രമണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. അങ്ങനെ ഭയമില്ലാതെ ഈ കൂട് കൈകാര്യം ചെയ്താൽ തന്നെ പിന്തുടർന്ന് ആക്രമിക്കുന്ന സ്വഭാവം അവർക്കുണ്ടാകത്തില്ല. അല്ലാതെ നമ്മള് പെട്ടി തുറക്കുമ്പോഴേ നമ്മളെ ഈച്ച വന്ന് പൊതിയുകയും നമ്മൾ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുറേ വന്നിട്ട് നമ്മളെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം കൂടെ നമ്മുടെ ഈ ചെറുതേനീച്ചയ്ക്കുണ്ട്. കൂടാതെ ചെറുതേനീച്ചയുടെ തേനെടുക്കുമ്പോൾ അതിൻ്റെ ഫില്ലറുകൾ കട്ട് ചെയ്ത് തേനെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പെട്ടിയിലൊന്നും വലുതായിട്ട് പൊട്ടി ഒലിച്ചു പോകാതെ നമുക്ക് സുരക്ഷിതമായിട്ട് നമുക്ക് തേനെടുക്കാൻ സാധിക്കും. ഈ വർഷത്തെ തേനിന്റെ വിളവെടുപ്പ് ഏകദേശമൊക്കെ പൂർത്തീകരിച്ചിരിക്കുകയാണ്.
അപ്പോൾ നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.